മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്, നമുക്കൊന്ന് കേൾക്കാം. ആരും വിചാരിച്ചില്ല. 46,000 വോട്ടിന് ജയിച്ച സീറ്റാണ് ഇത്തവണ 7,000-ന് കുഞ്ഞികൃഷ്ണൻ വിജയിച്ചത്. തളിപ്പറമ്പിൽ 10 മേലെ ഭൂരിപക്ഷത്തിനാണ് ഗോവിന്ദൻ വിജയിച്ചത്. ഇത് വ്യക്തമായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന നയത്തിനെതിരെ പാർട്ടി പ്രവർത്തകരിലുണ്ടായ വികാരമാണ് ഈ കണ്ണൂരെ കോട്ടകൾ, CPM-ന്റെ കോട്ടകൾ തകരാനുണ്ടായ സാഹചര്യം. മറ്റേത് സ്ഥിരം കള്ളവോട്ട് കൊണ്ടൊക്കെയാണ് ജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കള്ളവോട്ടിന് ഏർപ്പാടൊക്കെ ചെയ്തു. പക്ഷെ വോട്ട് ചെയ്യാൻ അകത്ത് പോയവർ ശരിക്കുള്ള വോട്ട് ചെയ്തു, ചെയ്യേണ്ടവർക്ക് വോട്ട് ചെയ്തു. അപ്പം അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം പഠിക്കേണ്ട ഒരു പാഠമെന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തുക. UDF-നും ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. ഇത്രയും മൃഗീയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ UDF-ന് കഴിയണം. കാരണം 2001 അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. 2001 എല്ലാവരും ഞാനുൾപ്പെടെ അതിൽ മതിമറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പിന്നെ കോൺഗ്രസ് 1-ാം സ്ഥാനത്ത് വരാൻ ഏതാണ്ട് 15 വർഷം എടുത്തു. ഇത് മുൻകാല തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ചാൻസാണ്. അത് എല്ലാ UDF നേതാക്കളും ഒരുമിച്ചുകൊണ്ട് തന്നെ ടീം UDF ആയിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതായത് ഇപ്പം ആര് മുഖ്യമന്ത്രിയാവുന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണല്ലോ. ഈ ചർച്ചകളൊക്കെ വളരെ സ്മൂത്തായി പൂർത്തിയാക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ വിജയിപ്പിച്ചു വിട്ടവർ എന്ത് ചെയ്യുന്നു എന്ന് ജനങ്ങൾ പരിശോധിക്കും. അപ്പം അവരുടെ മുമ്പിൽ പാർട്ടിയും UDF ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞ ടീം UDF എന്നുള്ള സ്ലോഗൻ, അതിന് ഇനിയും പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം, സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു മാറ്റം ആരും വിചാരിച്ചാലും വരുത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനം ദേശീയ നേതൃത്വം സ്വീകരിക്കും. വിസ്മയങ്ങൾ വീഡിയോ സെഷൻ കൊണ്ടുവന്ന വിസ്മയങ്ങളിൽ ഏറ്റവും ആദ്യം വന്ന ഒരാളായിരുന്നു ആയിഷ ബൽക്കി. ജി സുധാകരൻ ജയിച്ചു, സുജികൃഷ്ണൻ, ടി ഗോവിന്ദൻ വന്നു. ആയിഷ കൊല്ലത്ത് വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിട്ട് പോയി. ആയിഷ ബൽക്കി അതെന്താണ് സംബന്ധിച്ചത്? അല്ല, അത് പരാജയങ്ങൾ കൂടെ ഞങ്ങൾ പരിശോധിക്കും. 35 സീറ്റിൽ LDF ജയിച്ചല്ലോ, അവിടെ എന്തുകൊണ്ട് UDF പരാജയപ്പെട്ടു എന്നുള്ളത് അതാത് നിയോജകമണ്ഡലം തലത്തിൽ അന്വേഷിക്കും. ഈ 3 BJP അക്കൗണ്ട് തുറന്നു, അക്കൗണ്ട് ഒന്നല്ല 3 എണ്ണമാണ് തുറന്നിരിക്കുന്നത്. അതിന്റെ ചാത്തന്റെ ഒരു പുതിയൊരു സീറ്റാണ്, അതുപോലെ തന്നെ കഴക്കൂട്ടം. എങ്ങനെയാണ് BJP-യുടെ ഒരു മുന്നേറ്റത്തെ കാണുന്നത്? അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ എല്ലായിടത്തും കേരളം ഉൾപ്പെടെ BJP-ക്കെതിരെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കാഴ്ചവെക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ കേരളത്തിലെ ചില മേഖലകളിൽ മൈനോറിറ്റി കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, ഇത് 3ഉം UDF ആണ് സ്ഥിരമായിട്ട് BJP-യെ തോൽപ്പിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് നേമത്ത് CPM-ന് അതിന് കഴിഞ്ഞില്ല? കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ച സന്ദർഭത്തിൽ അന്ന് മൈനോറിറ്റി N ബ്ലോക്കായിട്ട് ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തു. പക്ഷേ ശിവൻകുട്ടിക്ക് നിലനിർത്താൻ കഴിഞ്ഞു. അന്ന് എനിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസി ഇപ്പോഴും UDF-ന്റെ കയ്യിലുണ്ടാകുമായിരുന്നില്ലേ? അപ്പോൾ മൈനോറിറ്റി കേരളത്തിൻ്റെ ചില ഭാഗങ്ങൾ അവർ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസും UDF-ഉം ആണ് കേരളത്തിൽ ഇന്ത്യയെ പോലെ തന്നെ BJP-യെ നേരിടാൻ പറ്റിയ പ്രസ്ഥാനം. ഇപ്പോൾ നിയമത്തെ കുറിച്ച് പറയുന്നത്, അങ്ങ് പിടിച്ച വോട്ട് ഇത്തവണ കോൺഗ്രസിന് പിടിക്കാൻ പറ്റി ഏതാണ്ട് ഒരു 7,000 വോട്ടിന്റെ കുറവ്. ഇപ്പോൾ 7,000 ഞാൻ നോക്കിയിടത്തോളം 10,000 വോട്ടിന്റെ മൈനസ് വന്നിട്ട് അത് ഞങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ ഈ PV അൻവർ, PK ശശി രാഷ്ട്രീയ തലത്തിൽ നല്ല ഇമേജില്ലാത്ത രണ്ടുപേരാണ് ഈ അൻവറും PK ശശിയും. ഈ രണ്ടുപേരും പ്രധാനപ്പെട്ട കാര്യം ചേർന്നുകൊണ്ട് UDF-ന് എന്ത് നേട്ടമുണ്ടായി? അത് ഒരു പോസിറ്റീവ്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ നിയുക്ത MLA മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കെ മുരളീധരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഗതി, ജനങ്ങൾ ഒരു തീരുമാനമെടുത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവർ നോക്കും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബഹളങ്ങളില്ലാതെ, അലമ്പില്ലാതെ, സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നാണ് കെ മുരളീധരൻ ഒരു സമീപത്ത് ഏറ്റവും പക്വതയോടെയും ജനവികാരം മനസ്സിലാക്കിയും സംസാരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. കാര്യം നിഷാദ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറെ ക്ലെയിമുകളില്ല.
അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ പറയുക, ഇങ്ങനെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കാര്യങ്ങൾ മറച്ചു വെച്ചും ഒളിച്ചു വെച്ചും ചില കാര്യങ്ങൾ ഗെയിമൊന്നും കളിക്കാനില്ല. ഇല്ല. ആ ഗെയിമിൽ അനുഭവ പാഠങ്ങളും പിന്നെ ആ ഗെയിമിൽ നിന്ന് അദ്ദേഹം തൽക്കാലം മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വളരെ സത്യസന്ധമായി സംസാരിക്കാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് മുരളീധരൻ പറഞ്ഞ പ്രധാന അതൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന് അറിയാമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് മുമ്പ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഇനി അങ്ങനെ ഒരു സംഗതിയിലേക്ക് കൊണ്ടുപോയാൽ കാര്യം തന്നെ. ഈ കെ മുരളീധരൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയായിട്ടാണ് ജനം കാണുന്നത്. അതിൽ നിങ്ങൾ ഏകാധിപതിയായ നേതാവാകാൻ നിങ്ങളുടെ സ്വന്തം ശക്തി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ് നിങ്ങളുടെ പയ്യന്നൂർ പഠിപ്പിച്ചു തരുന്നത് എന്നാണ്.